ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രോബ്ലത്തിലൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ദ കോൺട്രാക്ട് ലെഡ്ജർ ഓഫ് എ കമ്പനി ഷോഡ് ദ ഫോളോയിങ് എക്സ്പെൻഡിച്ചർ ഓൺ അക്കൗണ്ട് ഓഫ് എ കോൺട്രാക്ട്. Contract number is given 1470 at 31st December 2013. മെറ്റീരിയൽസ് പ്ലാന്റ് ഇതെല്ലാം തന്നിട്ടുണ്ട്. ഈ മെറ്റീരിയൽസ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ആ കോൺട്രാക്റ്റിന് വന്നിരിക്കുന്ന എക്സ്പെൻഡിച്ചറാണ്. അതൊക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് യുവർ കോൺട്രാക്ട് അക്കൗണ്ട്. അതേപോലെ പിന്നെ തന്നിരിക്കുന്നത് എന്തെല്ലാണ്? വേജസ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ്. All these are expenses that should be shown on the debit side of contract account. ഇനി നമുക്ക് തന്നിരിക്കുന്നത് the contract was commenced on 1st Jan 2013 and the contract price was 4 lakh. 4 ലക്ഷം രൂപേൻ്റെ കോൺട്രാക്റ്റ് ആണ്. The amount cash received on account to date was 1,72,000. അതായത് കോൺട്രാക്റ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ക്യാഷ് എന്ന് പറയുന്നത് ഇതുവരെ കംപ്ലീറ്റ് ചെയ്തതിന് കിട്ടിയിരിക്കുന്നത് 1,72,000 ആണ്. റെപ്രസെൻറ്റിങ് 80% ഓഫ് ദി വർക്ക് സർട്ടിഫൈഡ്. അതായത് വർക്ക് സർട്ടിഫൈ ചെയ്തതിൻ്റെ 80% ആണ് ആയിട്ട് 1,72,000 ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, the remaining 20% being retained until completion. ബാക്കിയുള്ള എമൗണ്ട് കംപ്ലീഷൻ കഴിയുന്നത് വരെ റിറ്റൻഷൻ മണിയായി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി ദ വാല്യൂ ഓഫ് മെറ്റീരിയൽസ് ഓൺ ഹാൻഡ് 4,500. ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ് ആണ്. ആൻഡ് ദ വർക്ക് ഫിനിഷ്ഡ് ബട്ട് നോട്ട് സർട്ടിഫൈഡ്. വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറയുന്നത് 4,000. വർക്ക് സർട്ടിഫൈഡും അൺസർട്ടിഫൈഡും നിങ്ങൾ എവിടെയാണ് കാണിക്കേണ്ടത്? ബൈ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് കോൺട്രാക്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കാം. ഫോർമാറ്റ് ശരിക്കും പഠിക്കണം ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പേ ആയിട്ട്. കഴിഞ്ഞ വീഡിയോ പ്രിപ്പയർ an account in respect of contract showing profit to the date assuming depreciation on plant at 10% per annum. ഡിപ്രീസിയേഷൻ 10%. അപ്പോൾ പ്ലാന്റ് ഇവിടെ തന്നിട്ടുണ്ട്. ആ പ്ലാന്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ട് ക്ലോസിംഗ് ബാലൻസ് ഓഫ് പ്ലാന്റ് ക്രെഡിറ്റ് സൈഡ് കാണിച്ചിരിക്കണം. ആൻഡ് സ്റ്റേറ്റ് ദ പ്രൊപ്പോർഷൻ ഓഫ് പ്രോഫിറ്റ് ദ കമ്പനി വുഡ് ബി ജസ്റ്റിഫൈഡ് ഇൻ ടേക്കിംഗ് ടു ദ ക്രെഡിറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് നോഷണൽ കംപ്ലീറ്റ് ചെയ്യാത്തതാണല്ലോ, ഇൻകംപ്ലീറ്റഡ് കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ നോഷണൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ആ നോഷണൽ പ്രോഫിറ്റ് അതിൻ്റെ പ്രൊപ്പോർഷൻ കാണിക്കുക. എത്രയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആൻഡ് ഹൗ മച്ച് ഇസ് ട്രാൻസ്ഫർ ടു വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് എന്നുള്ളത്. ഇത്രയും നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ ഈ പ്രോബ്ലത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ് ഈ സംഭവങ്ങളെല്ലാം ഏതാണ്? മെറ്റീരിയൽസ്, പ്ലാന്റ്, ഇതൊന്നും നിങ്ങൾ പ്രശ്നം വരുന്നില്ല. മെറ്റീരിയൽസ്, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് പ്ലാന്റ്, വേജസ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ്, ഇതെല്ലാം ഡെബിറ്റ് ചെയ്യാം. ഇവിടെ അതേപോലെ മെറ്റീരിയൽസ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നെ 4,500. ദെൻ ഡിപ്രീസിയേഷൻ വന്നതുകൊണ്ട് പ്ലാന്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എടുക്കുക, ലെസ് ഡിപ്രീസിയേഷൻ 10%. സോ ക്ലോസിംഗ് ബാലൻസ് ഓഫ് പ്ലാന്റ് 10,800. ഇതുവരെ നിങ്ങൾക്ക് ആർക്കും ഒരു ടെൻഷനും ഉണ്ടാവില്ല. കാരണം കംപ്ലീറ്റഡ് കോൺട്രാക്റ്റ് ആണെങ്കിലും ഇൻകംപ്ലീറ്റഡ് കോൺട്രാക്റ്റ് ആണെങ്കിലും എല്ലാം ഇങ്ങനെ എടുക്കുക. കംപ്ലീറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേ ഉള്ളൂ വെച്ചാൽ ഇവിടെ വെച്ച് പ്രോഫിറ്റ് കാണാം. പക്ഷെ ഇത് ഇൻകംപ്ലീറ്റഡ് കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് തന്നിട്ടുണ്ട്. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ 2 ഹെഡായിട്ടാണ് കാണിക്കുക, വർക്ക് സർട്ടിഫൈഡ് ആൻഡ് അൺസർട്ടിഫൈഡ്. വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ട് 4,000 ആണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ തന്നെ. പക്ഷേ ഇതിനെ പറ്റി പറയുന്നത് എന്താണ്? വർക്ക് സർട്ടിഫൈഡിൻ്റെ എമൗണ്ട് തന്നിട്ടില്ല. ബട്ട് ദ ക്യാഷ് റിസീവ്ഡ് ടു ദ ഡേറ്റ് ഇസ് ഗിവൺ. ക്യാഷ് റിസീവ്ഡ് ടു ദ ഡേറ്റ് എന്ന് പറയുന്നത് 1,72,000 ആണ്. അത് എന്ന് പറയുന്നത് വർക്ക് സർട്ടിഫൈഡിൻ്റെ 80% ആണെന്നാണ് പറയുന്നത്. അല്ലാണ്ട് വർക്ക് സർട്ടിഫൈഡ് എമൗണ്ട് അല്ല ഈ തന്നിരിക്കുന്ന 1,72,000. അതായത് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത് 80% ആണ്. അതിന് ആ 80% വർക്ക് സർട്ടിഫൈ ചെയ്തതിന് കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1,72,000 ആണെന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്നത് വർക്ക് സർട്ടിഫൈഡ് അല്ലാണ്ട് എമൗണ്ട് റിസീവ്ഡ് അല്ല. അപ്പോൾ വർക്ക് സർട്ടിഫൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1,72,000 ഇൻറ്റു 100/80 ചെയ്യുക. സോ ദിസ് ഇസ് ദി എമൗണ്ട് ഓഫ് വർക്ക് സർട്ടിഫൈഡ്. ഇതാണ് ശരിക്കും വർക്ക് സർട്ടിഫൈഡ്. അതിൻ്റെ 80% ആണ് കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്നത് ഈ 1,72,000 എന്ന് പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? സോ ദാറ്റ് കംസ് 2,15,000. സോ ടോട്ടൽ വർക്ക് ഇൻ പ്രോഗ്രസ് 2,19,000. ഇതുവരെ എല്ലാവർക്കും മനസ്സിലായല്ലോ.
ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് എത്രയാണ്. ടോട്ടൽ ക്രെഡിറ്റ്സ് ആയി 2,34,300 വരും. അപ്പോൾ ഡിഫറൻസ് എത്ര കാണിക്കുന്നുണ്ട്? 18,600. ഇത് ഒരിക്കലും നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് എഴുതാൻ പാടില്ല. ഇൻകംപ്ലീറ്റഡ് കോൺട്രാക്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ ടേം യൂസ് ചെയ്യേണ്ടത് എന്താണ്? നോഷണൽ പ്രോഫിറ്റ്. ഓക്കെ, അപ്പം നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്ന ബാലൻസിങ് ഫിഗർ എത്ര വന്നിട്ടുണ്ട്? 18,600. കഴിഞ്ഞിട്ടില്ല നമ്മളെ കോൺട്രാക്റ്റ് അക്കൗണ്ട്. ഇൻകംപ്ലീറ്റഡ് കോൺട്രാക്റ്റ് ആണെങ്കിൽ നിങ്ങൾ അതിൽ എത്ര പെർസെൻറ്റേജ് നമ്മൾ ഏതിലേക്ക് മാറ്റണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഹൗ മച്ച് ഇസ് ട്രാൻസ്ഫർ ടു വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവ് എന്നുള്ളത് നോക്കണം. അപ്പം നമ്മൾ ടോട്ടൽ നോഷണൽ പ്രോഫിറ്റ് ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുക. ബൈ നോഷണൽ പ്രോഫിറ്റ് എത്രയാണ്? 18,600. ഇനി നമ്മൾ എത്ര പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ഹൗ മച്ച് ഇസ് ട്രാൻസ്ഫർ ടു വർക്ക് ഇൻ പ്രോഗ്രസ് എന്നുള്ളത് നോക്കുന്നത് ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? എത്ര പെർസെൻറ്റേജ്, അതായത് 1/4 വർക്ക് കംപ്ലീറ്റ് ചെയ്തോ, അല്ലെങ്കിൽ ഹാഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്തോ, അല്ലെങ്കിൽ നിയർ ടു കംപ്ലീഷൻ ആണോ നോക്കിയിട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും കോൺട്രാക്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത് എത്രയ്ക്കാണ്? 4 lakhനാണ്. അതിൽ വർക്ക് സർട്ടിഫൈഡ് തന്നെ എത്ര വന്നിട്ടുണ്ട്? 2,15,000 വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇറ്റ് ഇസ് മോർ ദാൻ എന്താ പറയുക, ഹാഫാണ്. അപ്പോൾ ഇഫ് വർക്ക് കംപ്ലീറ്റഡ് ഇസ് മോർ ദാൻ ഹാഫ്, വാട്ട് ഇസ് ദ ഫോർമുല? ഓർക്കുന്നുണ്ടോ ഫോർമുല? ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇഫ് ദ കോൺട്രാക്ട് കംപ്ലീറ്റഡ് ഇസ് ഹാഫ് ആൻഡ് മോർ ദാൻ ഹാഫ് ആണെങ്കിൽ നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ഓക്കെ, ശ്രദ്ധിക്കണം, ക്യാഷ് റിസീവ്ഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് നോഷണൽ പ്രോഫിറ്റ് 18,600 ഇൻറ്റു 2/3. ഹാഫിൻ്റെ എബവ് കംപ്ലീറ്റ് ചെയ്താൽ, കോൺട്രാക്റ്റ് പകുതിയിൽ കൂടുതൽ കംപ്ലീറ്റ് ചെയ്താൽ 2/3 എടുക്കേണ്ടത്. ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് 1,72,000 ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് 2,15,000. അപ്പോൾ എമൗണ്ട് ടു ബി ട്രാൻസ്ഫർ ടു P&L account 9920 and the balance amount is transferred to work in progress account. മനസ്സിലായോ? നോഷണൽ പ്രോഫിറ്റിൻ്റെ ബാക്കി, അതായത് 18,600 ആയിരുന്നു നമ്മളെ ടോട്ടൽ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എത്രയാണെന്ന് മനസ്സിലാക്കി. ദാറ്റ് ബാലൻസ് എമൗണ്ട് 18,600 മൈനസ് 9920 എന്ന് പറയുന്നതാണ് 8680. ദിസ് എമൗണ്ട് ഇസ് ട്രാൻസ്ഫർ ടു വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട്. ചിലപ്പോൾ നിങ്ങളടുത്ത് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് കാണാൻ പറയാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കിയാൽ മതി. വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ നമ്മൾ ഇവിടെ ഒരു എമൗണ്ട്, കോൺട്രാക്റ്റിൽ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, അതേമാതിരി കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ഒരു എമൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ആ രണ്ട് സാധനം എടുത്ത് എഴുതാനേ ഉള്ളൂ. അപ്പം വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ക്രെഡിറ്റ് ചെയ്ത സാധനം വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ടു കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 2,19,000 എഴുതും. ഡെബിറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ക്രെഡിറ്റ് സൈഡ് കാണിക്കും വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ. ബാലൻസ് എത്രയാണെന്ന് വെച്ചാൽ ദാറ്റ് ബാലൻസ് ഇസ് ക്യാരി ഫോർവേഡ്. അപ്പോൾ ഈ ബാലൻസ് നമ്മൾ എവിടെ കാണിക്കുന്നറിയോ? ഇത് ശരിക്കും പണി തീരാത്തൊരു ഇതാണല്ലോ. അപ്പോൾ ദ ബാലൻസ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് ഇസ് ഷോൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഇനി അടുത്തതാണ്, ചിലപ്പോൾ നിങ്ങളോട് കോൺട്രാക്റ്റീസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറയും. കോൺട്രാക്റ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ കോൺട്രാക്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. കോൺട്രാക്ടർ എന്തും കൂടെ പ്രിപ്പയർ ചെയ്യണം, കോൺട്രാക്റ്റീസ് അക്കൗണ്ടും കൂടെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ട് ആണെന്ന് പറഞ്ഞു. അപ്പോൾ കോൺട്രാക്റ്റീസ് അക്കൗണ്ടിൽ നമുക്ക് ആകെ വരാൻ ചാൻസ് ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ. കോൺട്രാക്റ്റിൻ്റെ കയ്യിൽ നിന്ന് എത്ര ക്യാഷ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബൈ ക്യാഷ് 1,72,000 ആണ് ക്യാഷ് കിട്ടിയത്. ക്യാഷ് കിട്ടുന്ന സമയത്തുള്ള എൻട്രി എങ്ങനെയാണ് വരിക? ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു കോൺട്രാക്റ്റീസ് അക്കൗണ്ട്. അപ്പം കോൺട്രാക്റ്റിയുടെ അക്കൗണ്ടിൽ ബൈ ക്യാഷ് അത് ബാലൻസ് ചെയ്ത് പോയാൽ മതി. ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് മാത്രം എഴുതിയാൽ മതി. അപ്പം ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റിൽ ഈ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അതായത് ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ഇറ്റ് ഓൺ ദ ലയബിലിറ്റി സൈഡ്, ഈ എമൗണ്ട് എന്താ പറയുക, ഇറ്റ് ഇസ് യൂഷ്വലി ഷോൺ ഓൺ ദ ഇറ്റ് ഇസ് ഷോൺ ആസ് എ ഡിഡക്ഷൻ ഫ്രം വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. Okay, the next is ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറയും. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കോൺട്രാക്റ്റ് കംപ്ലീറ്റഡ് ആണെങ്കിൽ, വെൻ ദ കോൺട്രാക്റ്റ് ഇസ് കംപ്ലീറ്റഡ്, ഈ ഒരു സംഭവം ഉണ്ടല്ലോ കോൺട്രാക്റ്റീസ് അക്കൗണ്ട്, കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺട്രാക്റ്റ് അക്കൗണ്ട് ഇസ് ഡെബിറ്റഡ് ആൻഡ് കോൺട്രാക്റ്റ് അക്കൗണ്ട് ഇസ് ക്രെഡിറ്റഡ് വിത്ത് ഫുൾ കോൺട്രാക്ട് പ്രൈസ്. കാരണം വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് കോൺട്രാക്റ്റ് കൊടുക്കണം. ആ സമയത്ത്
കോൺട്രാക്റ്റിൻ്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ട് കോൺട്രാക്റ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക വിത്ത് ഫുൾ കോൺട്രാക്ട് പ്രൈസ്. ബാലൻസ് ഷീറ്റിൽ ഇനി ഏതൊക്കെ വരും നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് 9920. നമ്മൾ ആ നോഷണൽ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്തതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലയബിലിറ്റി സൈഡിലാണല്ലോ കാണിക്കുക. പിന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് അസറ്റ് സൈഡ് കാണിക്കണം എന്ന് പറഞ്ഞ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് എത്രയാണോ ക്യാഷ് കിട്ടിയത് അത് വെച്ചിട്ട്. അപ്പം 2,10,330 ആണ്, 320 ആണ് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിൻ്റെ ബാലൻസ്. അതിൽ നിന്ന് ക്യാഷ് റിസീവ്ഡ് മൈനസ് ചെയ്ത് കാണിക്കുക. മെറ്റീരിയൽസ്, ക്ലോസിംഗ് മെറ്റീരിയൽസും അതേമാതിരി പ്ലാന്റിൻ്റെ ക്ലോസിംഗ് ബാലൻസും എടുക്കുന്നു. വേറെ എന്തൊക്കെയാണ് ഇനി നമ്മൾ ഈ ബാലൻസ് ഷീറ്റിൽ കാണിക്കാനുണ്ടാകുക? ഇത്രയും ഐറ്റംസേ വരുന്നുള്ളൂ. ഇനിയിപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാത്തൊരു പ്രോബ്ലം ആണെങ്കിൽ, എല്ലാ പ്രോബ്ലത്തിനും നിർബന്ധമില്ലല്ലോ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അങ്ങനെയാണ് നിങ്ങൾ കാണിക്കേണ്ടത്. ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് കാണിക്കുക. വർക്ക് ഇൻ പ്രോഗ്രസ് ടോട്ടൽ എത്രയായിരുന്നു? വർക്ക് സർട്ടിഫൈഡും അൺസർട്ടിഫൈഡും കൂടെ 2,19,000. അതിൽ നിന്ന് വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവിലേക്ക് എത്ര മാറ്റി വെച്ച് അത് മൈനസ് ചെയ്യാം. എന്നിട്ട് ക്യാഷ് റിസീവ്ഡ് മൈനസ് ചെയ്യാം. ഓക്കെ, ഇത് സംഭവം ഒന്ന് തന്നെയാണ്. നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് 2,19,000 ഒരു സ്ഥലത്തെടുത്തിട്ട് റിസർവ് ഒരു സ്ഥലത്തെടുക്കും. അപ്പോൾ ഡിഫറൻസ് 2,10,320 വരുന്നതാണ്. അപ്പം വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നില്ലെങ്കിൽ ദിസ് ഇസ് ദ ഫോമാറ്റ്. ഓക്കെ, ബാലൻസ് സെയിം. ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു. ഈ ഒരു പ്രോബ്ലം നോക്കി വെച്ചാൽ മതി.